ഹായ് ഗൈസ്, വെൽക്കം ടു കുഞ്ഞിപ്പൂ ടോക്സ്. പണ്ടൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ എങ്ങനെ സംസാരിച്ച് തുടങ്ങാം? ആടാ, കുറെ കാലമായല്ലോ കണ്ടിട്ട്, എവിടെയപ്പോൾ, എന്താ വിശേഷം, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടല്ലേ? പക്ഷെ ഇപ്പം നമ്മൾ അതാണോ ചോദിക്കുക? ഐ എം ഡാം ഷുവർ ഇതൊന്നും ആയിരിക്കില്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബാ, ചായ കുടിക്കല്ലേ, അതായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ അങ്ങോട്ട് ചായയും കുടിച്ചിട്ട് അങ്ങനെ ഇരുന്ന് വർത്താനം പറയും. ചായ ശരിക്കും നമ്മുടെ ഒരു ദേശീയ വികാരമായി മാറിയിരിക്കണു അല്ലേ? എനിക്ക് ചായ എന്ന് പറയണത് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു മെമ്മറിയാണ് കേട്ടോ. ഒരു 25 വയസ്സ് വരെയൊക്കെ അങ്ങനെ ചായയോ കാപ്പിയോ ഒന്നും കുടിക്കാത്ത ആളായിരുന്നു ഞാൻ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആണെങ്കിലും അല്ല ഈവനിങ് ടീ ടൈമിലാണെങ്കിലും എന്താ സ്നാക്സ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കും, അതിൻ്റെ കൂടെ വെള്ളം കുടിക്കും. അല്ലാതെ ചായ വേണം കാപ്പി വേണം അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. ചായ കുടിക്കുന്നത് ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ. ഇപ്പോൾ സൺഡേ ഒക്കെ ആണെങ്കിൽ നമ്മളെല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ വൈകുന്നേരം ചായ കുടിക്കുമല്ലോ, അപ്പോൾ ഒന്ന് കുടിക്കുന്നല്ലാതെ ചായയോട് എനിക്ക് പ്രത്യേകിച്ചൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ കൊല്ലത്തിലൊരു 10 ദിവസം സ്ഥിരമായി ചായ കുടിക്കാറുണ്ടായിരുന്നു. ആൻഡ് അതാണ് ചായയായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഏറ്റവും മധുരമുള്ള മെമ്മറി. അത് ഞങ്ങളുടെ തറവാട്ടിൽ പാമ്പിൻകളം തുടങ്ങുമ്പോഴാണ്. പാമ്പിൻകളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളമെഴുത്തുപാട്ട്. ഒരു ദിവസം 2 കളം ഉണ്ടാവും. ആദ്യത്തെ കളം വൈകുന്നേരം തുടങ്ങിയിട്ട് രാത്രി ഏതാണ്ട് ഒരു 12:30 1 മണി വരെയൊക്കെ ഉണ്ടാവും. ആദ്യത്തേത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ തുടങ്ങുന്നതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ സമയത്ത് ഈ ഉറക്കമൊക്കെ വന്നിരിക്കുന്ന എല്ലാവരെയും ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു കട്ടൻ ചായ വിതരണം ഉണ്ടാവും. ചായ മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂട്ടത്തിൽ ഈ അവിലും മലരും പഴവും ശർക്കരയൊക്കെ ഒരു മുറത്തിലിട്ടിട്ട് അമ്പലത്തിലെ പ്രസാദമാണ് അത്, അതും കൂടെ കൊടുക്കട്ടോ എല്ലാവർക്കും. എല്ലാവരും ഇത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കുട്ടികളുടെ ഒരു ഗ്യാങ് ഉണ്ട്. മീൻസ് ഞങ്ങൾ കസിൻസ് എല്ലാം കൂടെ ഏട്ടന്മാരും കുറച്ച് പിള്ളേരൊക്കെ ആയിട്ട് ഞങ്ങളൊരാളെ നിങ്ങൾ നോക്കിയിരിക്കും. ആരാന്നറിയോ? ദോ വൺ ആൻഡ് ഓൺലി ഉഷമ്മ. ഉഷമ്മ എൻ്റെ പാപ്പൻ്റെ വൈഫാണ് കേട്ടോ. ഈ പ്രസാദം കൊണ്ടുവരുമ്പോൾ ഉഷമ്മ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് ശർക്കര മാത്രം പെറുക്കിയെടുക്കും. എന്നിട്ട് അതും കൊണ്ടുപോയിട്ട് ഒരു ശർക്കര ചായ ഉണ്ടാക്കിയിട്ടുള്ളൊരു വരവുണ്ട്. കുറേയൊന്നും കിട്ടില്ല കേട്ടോ, എല്ലാവർക്കും ഒരു 1/2 ഗ്ലാസ് വെച്ചൊക്കെ തരുള്ളൂ. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് എൻ്റെ പൊന്നോ, അതിപ്പോഴും എൻ്റെ നാവിലുണ്ട്. ആ ചായയും കുടിച്ച് അവിലും കഴിച്ച് നാട്ടുകഥകളും പറഞ്ഞിട്ടുള്ള ഒരു ഇരിപ്പുണ്ടല്ലോ, ഐ റിയലി മിസ് ദാറ്റ് ടേസ്റ്റ്. പണ്ടത്തെ പോലെയല്ല, ഞാൻ ഇപ്പോൾ ഒരു ചായ ലവറാണ് കേട്ടോ. ആക്ച്വലി ചായനെക്കാട്ടും എനിക്ക് കൂടുതൽ ഇഷ്ടം കാപ്പിയാണ്. എന്നാലും നല്ല ചായ കിട്ടാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയി ട്രൈ ചെയ്ത് നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എവിടെയൊക്കെ പോയിട്ട് എത്ര നല്ല ചായ കുടിച്ചാലും ഉണ്ടല്ലോ, ആ ശർക്കര ചായയും കുടിച്ച് കഥകളും പറഞ്ഞിരുന്ന ആ ചായ നേരങ്ങളോളം അത്രയും നല്ലൊരു സമയം പിന്നീട് എനിക്ക് കിട്ടിയിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. ചിലതൊക്കെ നമ്മൾ എത്ര റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാലും അതൊരിക്കലും പഴയതുപോലെ ആവില്ല. പക്ഷേ അതിൽ നിന്ന് എന്നും ഒരു മധുരം ഇങ്ങനെ കിനിഞ്ഞുകൊണ്ടേയിരിക്കും. യെസ്, ആ ചായ നേരങ്ങൾ എനിക്കെന്നും മധുരം കിനിയുന്ന ഓർമ്മകളാണ്.